കേരളത്തിൽ ഒരു മീഡിയാസിനും കവർ ചെയ്യാൻ ധൈര്യമില്ലാത്ത, അല്ലെങ്കിൽ പറയാത്ത, മനഃപൂർവ്വം വേണ്ടെന്ന് വെക്കുന്ന, അല്ലെങ്കിൽ ഒതുക്കി വിടുന്ന. അപ്പം ആ ഒതുക്കി വിടുന്ന വാർത്ത എന്താണെന്ന് നമുക്ക് കാണാം. സത്യം, ഇത് കേരളത്തിൽ പല ന്യൂസുകാരും ഒതുക്കി വിടുന്ന വാർത്തയാണ്. പരമാവധി കേരള പോലീസും പിന്നെ ന്യൂസുകാർ ഏറ്റെടുക്കുമല്ലോ, FIR ഇല്ലാതെ ഒരു കേസാവാതെ എങ്ങനെ ഏറ്റെടുക്കും. അപ്പം ആദ്യം കേരള പോലീസ് കണ്ടിട്ട് കാര്യമില്ല, കാരണം ഇത് ദുബായിലാണ് ഉള്ളത്. അപ്പോൾ ദുബായ് പോലീസ് കാണണം. ഇത് ദുബായ് പോലീസ് കാണുന്നവരെ മാക്സിമം ഷെയർ ചെയ്യാം, അത്രേ എനിക്ക് പറയാൻ പറ്റും. ഓക്കെ, നമുക്ക് നോക്കാം എന്താ വാർത്ത എന്താന്ന് നോക്കാം. ഇപ്പൊ കളിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഡ്രഗ്സ് ആണ്. കളിക്കുന്നത് എന്താ വെച്ചാൽ ഡ്രഗ്സ് ആണ്. അത് ശരിയാണ്. നമ്മളെ കേരളത്തിൽ തൂഫാൻ ഇറങ്ങി, ദുബായിലും ഇനി പറയാൻ പറ്റില്ല. ഇനി ഇതുപോലത്തെ തൂഫാനൊക്കെ വരുന്നതുകൊണ്ട് ചിലപ്പോൾ ഇനി അതും വരും. ഓൾറെഡി കേരളത്തിൽ നിന്ന് വരുന്നത്, ഇന്ത്യയിൽ നിന്ന് വരുന്നവർക്ക് മറ്റേ എന്താണ് ഇപ്പം പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം. കുറേ എണ്ണം ടിക്ടോക്കിൽ കാരണം കുണച്ചുകൊണ്ട് ഇപ്പം അതും നിർബന്ധമാക്കി. നമുക്ക് നേരെ പോവാം. മെത്തടിച്ചിട്ട് പ്രാന്താശുപത്രിയാക്കിയിട്ടുണ്ട്. സത്യം, മെത്തടിച്ച് പ്രാന്താശുപത്രിയിലാണെന്ന് ചിന്തിക്കാൻ പറ്റില്ല. നമുക്കൊരു വീഡിയോ കാണാം. ഓക്കെ, മെത്ത അടിച്ചിട്ടില്ല. സത്യം, ഇങ്ങനെ പോയ പ്രാന്താശുപത്രിയിലാക്കും. നമ്മളെ സത്യം മാത്രം വിളിച്ചു പറയുന്ന കോടതിയാണ്, നിങ്ങൾ മനസ്സിലാക്കണം. കുറേ പാവപ്പെട്ട പിള്ളേരൊക്കെ മെസ്സേജ് അയച്ച് പറയും, ചേട്ടാ ഇങ്ങനെ പ്രശ്നമുണ്ട്, ചേട്ടാ ഒന്ന് സംസാരിക്കണം. ഇത് നല്ല കോടതിയാണ്, ഹൈക്കോടതിയാണ്, ഹക്കീമിന്റെ ഹൈക്കോടതി. ബാക്കിയൊക്കെ കേൾക്കാം. എന്താ പറയാ, എല്ലാതും എന്താ പറയാ ലാലേട്ടൻ പറഞ്ഞ എന്താ മോനെ, സൂക്ഷിച്ച് ലൈവ് ഒക്കെ വരണ്ടേ? ഉപയോഗിക്കുന്നു ലൈവ് വന്നിട്ട് ഉപയോഗിക്കുന്നു. കൊള്ളാം, നീ പൊളിക്കുണ്ടാ, നീ കലക്കുണ്ടാ. ഒന്നും വിടൂലട്ടോ, ഒരാളും വിടൂല. ഓ, ഒന്നും വിടണ്ട, എല്ലാതും പറയാനും. എല്ലാ ദുബായ് പോലീസ് ഇങ്ങനെ കാണും, നീ പേടിക്കണ്ടാ. പിന്നെ പൂട്ടും എന്തായാലും ദുബായ് പോലീസ്. ആരടാ എന്നാ ചിപ്പ് വരാൻ അതിന് മോള് 18+ ആയല്ലേ? ഒരു വെളുത്തൊരു സാധനം കണ്ടില്ല. ഡ്രഗാണ്, അല്ലാണ്ട് എന്താണ്? ഡ്രഗാണ്, ഓഫ് കോഴ്സ് ഡ്രഗാണ്. ഡ്രഗ് അടിച്ച് കിളി പോയിട്ട് കളിക്കുന്നതാന്ന് അത് നിങ്ങൾക്ക് കണ്ടാ മനസ്സിലാവുമല്ലോ. റേറ്റ് വയ്ക്കുന്നത് നീ എന്തിനു ബാക്കിലേടെ നന്നാക്കാൻ നടക്കുന്നതാ? അത് നീ സ്വന്തം നന്നാകും. ഓക്കെ, അത് സ്വന്തം നന്നായിട്ട് ബാക്കിയുള്ള നന്നാക്കാൻ നടക്കുക, അല്ലെങ്കിൽ സ്വന്തം പ്രശ്നം തീർക്കാൻ നോക്കുന്നേ. നീ നിന്റെ മറ്റേ പെപ്പേരെ കേസില്ലേ, ഏത് 25 ലക്ഷം വാങ്ങി നീ ഹവാല. ഹനാൻഷാക്ക് വെറുതെ എയർലൈറ്റുണ്ട്. ഇപ്പോൾ ഹനാൻഷാനെ ഒന്ന് കിട്ടാൻ വേണ്ടി കാത്തിക്കുന്ന പല ആൾക്കാരുണ്ട്. പിന്നെ ഇവനെ തീർക്കും, ആദ്യം ഇവനെ തീർക്കും, പിന്നെ ഇവനെ തീർക്കും, ആദ്യം നിന്നെ തീർക്കും. ഓക്കെ, ആദ്യം നിന്നെ തീർക്കും. അപ്പം ഏതായാലും നിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളത്, സോഷ്യൽ മീഡിയയിൽ കാണുന്ന നല്ലവനായ കോടതി അങ്ങനെ അവൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. അതുപോലെ തന്നെ പറയാൻ വന്നത്, ഇവൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ പറയുന്ന സമയം കൊണ്ട് വല്ല സ്റ്റേഷനിൽ പോയി കേസും കൊടുത്ത് FIR കൊടുത്ത് നിങ്ങൾ സ്വന്തം സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ നിന്നിട്ട് നിങ്ങൾ പറയാം, അതായിരിക്കും ബെറ്റർ. അല്ലാതെ ഇങ്ങനെ ഒരാളടുത്ത് പോയിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ പറയുമ്പോൾ ഏറ്റെടുക്കും. ഓക്കെ, നിങ്ങളൊരു കേസ് കൊടുത്തിട്ട് നിങ്ങളെ കേസിൻ്റെ വഴിക്ക് പോകുമ്പം കേസ് നല്ലവൃത്തി പോകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഒന്ന് പറയാം. അപ്പം നിങ്ങൾ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കും. അല്ലാതെ ഇവനെ പോലെ ഈ MDMയും മറ്റേ ഇതടിച്ച് നടക്കുന്ന എൻ്റെ അടുത്ത് മറ്റേ സെറ്റിൽമെൻ്റ് ആക്കാൻ പോകുന്നിടത്ത് പോയിട്ട് നിങ്ങൾ പോയിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഒരാവശ്യമില്ല. നിങ്ങളെ കാര്യം നിങ്ങൾ നോക്കുക, നിങ്ങൾ സോഷ്യൽ മീഡിയ ഇടുക. സോഷ്യൽ മീഡിയ ഇട്ടാൽ സോഷ്യൽ മീഡിയ നിങ്ങൾ ഏറ്റെടുക്കും. ആരെ ഭാഗത്താ ശരി അന്നേരം മനസ്സിലാവും, ആരെ ഭാഗത്ത് തെറ്റ്. അല്ലാതെ നിങ്ങൾ ബാക്കിയുള്ളവൻ്റെ അടുത്ത് പോയിട്ട് ഓൻ്റെ ഇത് പറഞ്ഞിട്ട് ഓൻ അതിൻ്റെ ഇടയ്ക്കേ കൂടി പൈസ ഉണ്ടാക്കിയിട്ട് പോയി പൊടിയും തട്ടിപ്പോയി. ഇപ്പം മറ്റേ പെപ്പേരെ കേസിൽ ഇപ്പം എന്താണ് 25 ലക്ഷം. ചിന്തിച്ചു നോക്ക്, ഹനാൻഷാക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട് മീഡിയേറ്റർ ആയിട്ട് നിന്നിട്ട്. അപ്പം അങ്ങനെ പോകും, സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. ഓക്കെ, ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.